പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഡോക്ടർ സി വിശ്വനാഥൻ്റെ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വർത്തമാനം പറയുകയാണ്. അദ്ദേഹം പറഞ്ഞത്, ചിലരുമായി സംവാദം സാധ്യമല്ല, അവരെ സംവാദത്തിന് വിളിച്ച് അവർക്ക് വേദി ഒരുക്കി കൊടുക്കൽ നല്ല കാര്യമല്ല എന്നാണ്. ആ അഭിപ്രായത്തോട് ഒരു പരിധിക്ക് യോജിക്കുന്ന ആളാണ് ഞാൻ. ഫാസിസ്റ്റ് ശക്തികളുമായി സംവാദത്തിന് നമ്മൾ പോകുമ്പോൾ അത് അവരിൽ നാം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന മാറ്റം ഒരിക്കലും ഉണ്ടാക്കത്തില്ല. കാരണം അവർ പല കാര്യങ്ങളും തീരുമാനിച്ചുറച്ച് അജണ്ടയുടെ പേരിൽ പ്രവർത്തിക്കുന്നവരാണ്. ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ ആരിഫ് ഹുസൈൻ ഹിന്ദു ഐക്യവേദിയുമായി സംസാരിക്കാൻ പോയപ്പോൾ ഞാൻ ശക്തമായി എതിർത്ത ആളാണ്. കാരണം ഹിന്ദു ഐക്യവേദിയുമായി സംസാരിച്ച് അവരുടെ മുസ്ലിം വിദ്വേഷം കുറയ്ക്കൽ അസാധ്യമാണ്. വാസ്തവത്തിൽ അവർക്ക് പറയാനുള്ള സാഹചര്യം വളരെ ഭംഗിയായി ഒരുക്കിക്കൊടുത്താൽ അവർ വളരുമോ എന്ന് ചോദിച്ചാൽ വളരും എന്നെനിക്ക് അഭിപ്രായമില്ലെങ്കിലും അവരെ മഹത്വവൽക്കരിക്കത്തക്ക രീതിയിൽ അവർക്ക് വേദി കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവായി നിൽക്കും. എന്തിനാണ് സംവാദം? ഇരു കക്ഷികളും തമ്മിൽ യോജിപ്പില്ലാത്ത ഒരു മേഖലയിൽ യോജിപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് സംവാദം, ചർച്ചകൾ. ഇപ്പോൾ ഹമാസ് ഒക്ടോബർ 7 ഇസ്രയേലിൽ കടന്നുകയറി 1700 ആളുകളെ അതിനിഷ്ഠൂരമായി കൊന്നു. 250 ആളുകളെ ബന്ദിയായി പിടിച്ചുകൊണ്ടുപോയി. ഇപ്പോഴും 138 ബന്ദികൾ അവരുടെ പക്കലുണ്ട്. ഇവരുമായി സന്ധി സംഭാഷണത്തിൽ ഏർപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകാതെ, അതായത് ഇരു കക്ഷികൾക്കും, നെതന്യാഹു ഉൾപ്പെടെയുള്ള ഇരു കക്ഷികൾക്കും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നൊരവസ്ഥ സംജാതമാവുകയാണെങ്കിൽ അത് ചർച്ച കൊണ്ട് ഫലമുണ്ടാകും. അതല്ല, തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി അവർ കാട്ടിക്കൂട്ടുന്ന ഈ പ്രവൃത്തിയിൽ നിന്ന് ചർച്ച കൊണ്ട് അവരെ പിന്മാറ്റാൻ സാധ്യമല്ല. UN സഭ എത്ര കിണഞ്ഞു പരിശ്രമിച്ചിട്ട് പോലും സോവിയറ്റ് യൂണിയൻ അല്ല, റഷ്യ നടത്തുന്ന യുദ്ധത്തിൽ നിന്ന് അവരെ പിന്മാറ്റിക്കാൻ സാധിക്കുന്നു. ഇതൊക്കെ അവർ തീരുമാനിച്ചുറച്ച് രാഷ്ട്രീയമായ ലാഭത്തിനു വേണ്ടി തന്നെ ചെയ്തു കൂട്ടുന്ന ചെയ്തികളാണ്. അവിടെ സംവാദത്തിന് സ്കോപ്പില്ല. പിന്നെ എവിടെയാണ് സംവാദത്തിന് സ്കോപ്പ് ഉള്ളത്? അത് ചില മേഖലകളിൽ നമുക്ക് സംവദിക്കാൻ സാധിക്കും. പ്രധാനമായും വേണ്ടത് സംവദിക്കപ്പെടുന്ന ആളുകൾ തമ്മിലുള്ള ഒരു വിഷയത്തിന്മേലുള്ള ഐക്യപ്പെടൽ അസാധ്യമായി വരുമ്പോൾ ഐക്യപ്പെടാൻ വേണ്ടിയിട്ട് സംവദിക്കൽ സാധ്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഇന്ത്യയിലെ ഹൈന്ദവ ഫാസിസ്റ്റുകൾ അഫ്ഗാനിസ്ഥാനിലെ മുസ്ലിം ഫാസിസ്റ്റുകളെപ്പോലെ ആപൽക്കരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരാണ്. അഫ്ഗാനിസ്ഥാനിൽ പോയി താലിബാനികളുമായി സംസാരിച്ച് അവിടുത്തെ സ്ത്രീജനങ്ങളുടെ സുരക്ഷ,
അവരുടെ അവകാശങ്ങൾ എന്നിവ ഉറപ്പിക്കാൻ സാധ്യമല്ല. അവർ വഴങ്ങിത്തരില്ല. ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ കുൽസിത നീക്കങ്ങളിലൂടെ മുസ്ലിം അപരവൽക്കരണം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചവരുമായി സംവാദത്തിൽ ഏർപ്പെട്ട് അവരെ അതിൽ നിന്ന് പിന്മാറ്റിക്കളയാം എന്ന് വിചാരിക്കുന്നത് നല്ല ഭാഷയിൽ പറയുകയാണെങ്കിൽ മൗഢ്യമാണ്. കാരണം നമ്മൾ അവരുമായി സംവദിക്കാൻ പോകുന്ന കാര്യം നമ്മളുമായി സംവദിക്കാതെ തന്നെ വളരെ ഭംഗിയായി അറിയുന്നവരാണവർ. അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അപ്പം ഗുജറാത്തിൽ 2000 പേർ കൊല്ലപ്പെട്ടു. സംവദിച്ച് അത് ഇല്ലാതാക്കാൻ പറ്റുമോ? ഗോഡ്സെ ഗാന്ധിജിയെ കൊന്നത് സംവദിച്ച് ഇല്ലാണ്ടാക്കാൻ പറ്റുമോ? അപ്പം എന്നോടൊരു ചോദ്യമുണ്ടായി. നിങ്ങൾ മുജാഹിദിൻ്റെ ആളുകളുമായി സംവദിച്ചല്ലോ. കേരളത്തിലെ ഇന്ത്യയിലെ അവസ്ഥയുമായി അവരുമായി സംവദിക്കാൻ സാധിക്കും. അതേസമയം അഫ്ഗാനിസ്ഥാനിലെ മുജാഹിദുമായി സംവാദം അടഞ്ഞ അധ്യായമാണ്. കാരണം ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി തന്നെ കരുക്കൾ നീക്കപ്പെടുമ്പോൾ ചർച്ചയൊക്കെ വെറും അപഹാസ്യമായ കാര്യങ്ങളായി തീരുമെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഇതൊക്കെ എൻ്റെ തോന്നലുകളാണ്. ഞാൻ ഈ പറയുന്ന കാര്യമൊക്കെ 100% ശരിയെന്ന വിശ്വാസം ഉള്ള ആളല്ല ഞാൻ. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാനൊരു പണ്ഡിതനല്ല. ഇതുവരെ കേൾവിയുടെ അടിസ്ഥാനത്തിൽ എന്നിൽ ഉരുത്തിരിഞ്ഞു വന്ന അഭിപ്രായങ്ങളാണ് ഞാൻ പറയുക. ജബ്ബാർ മാഷും അക്ബറുമായി സംവാദം നടത്തുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഗുണമുണ്ട്. എങ്ങനെ എന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രീയപരമായ അജണ്ട ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് മതത്തെ നന്നാക്കാൻ വേണ്ടിയാണ് അക്ബർ സാഹിബ് ചർച്ചയ്ക്ക് വരുന്നത്. അതേസമയം അഫ്ഗാനിസ്ഥാനിലാണെങ്കിലോ മതം ഒരു സെക്കൻഡറി ഫാക്ടറായി മാറുന്നതുകൊണ്ട് രഹസ്യ അജണ്ടകൾ അവിടെ വർക്ക് ചെയ്യും. അത് കാണാതിരിക്കാൻ പറ്റില്ല. ഇപ്പം മുസ്ലിം ഹിന്ദു സംവാദങ്ങൾ അത് തീർച്ചയായിട്ടും നാട്ടിൻ്റെ എല്ലാ ഭാഗത്തും നടത്തണം. പക്ഷേ ഫാസിസ്റ്റുകളുമായി അത് സാധ്യമെന്ന് പറയുമ്പോൾ അവരെ വില കുറച്ചു കാണൽ എന്നാണ് എൻ്റെ ഒരു എളിയ തീരുമാനം. അവർക്ക് ശക്തമായ രീതിയിൽ പ്രീ പ്ലാൻഡായിട്ട് തന്നെ എന്ത് എപ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ജനാധിപത്യം നിലനിൽക്കാൻ കാര്യം തന്നെ ഇന്നത്തെ അവസ്ഥയിൽ അവർക്ക് അവരുടെ അജണ്ടകൾ വളരെ ഛേദമില്ലാത്ത രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നൊരു തോന്നലുള്ളത് കൊണ്ടാണ്. ഇതിന് എപ്പോഴെങ്കിലും വിഘാതമുണ്ടാകുമെങ്കിൽ ഗുജറാത്ത്, ഗോദ്ര, പിന്നെ ഡൽഹി, മുംബൈ ഇതൊക്കെ ആവർത്തിക്കാം. ഇതൊന്നും ആവർത്തിക്കില്ല എന്ന യാതൊരു ഉറപ്പുമില്ല. നമ്മുടെ മുസ്ലിം രാജ്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അവിടെയൊക്കെ തീവ്രവാദ ഫാസിസ്റ്റ് ശക്തികൾ കാര്യങ്ങൾ അറിയാതെയൊന്നുമല്ല, വളരെ ബോധപൂർവം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഓരോ കരുക്കളും അവർ നീക്കുന്നത്. ഈ ഭരണത്തിന് വേണ്ടിയിട്ടുള്ള അടവ് നയങ്ങളുമായി വരുന്നവരുമായി ചർച്ച അസാധ്യമാണ്. അല്ലാത്ത മേഖലകളിൽ ചർച്ച അടച്ചു വെക്കേണ്ടതില്ല. ചർച്ച ആരുമായാണ് വളരെ പ്രധാനമായ ഒരു ചോദ്യമാണ്. നമ്മൾ ആരുമായി സംവദിക്കണം?